നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഭാഗത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ബോട്ടിൽ നെക്ക് ആൻഡ് ഓവർഹെഡ് attribution. Sometimes there may be a wandering bottleneck. This means that the identified key bottleneck is not fully utilized because of a temporary limitation elsewhere caused by poor production planning and control. അതായത് ചില സമയത്ത് ഒരു വണ്ടറിങ് ബോട്ടിലിനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. വണ്ടറിങ് ബോട്ടിലിനൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾക്ക് കൃത്യമായിട്ടുള്ള നിയന്ത്രണത്തിലില്ലാത്ത നമ്മളെ ലിമിറ്റേഷൻ, അതായത് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്താണോ, ബോട്ടിലിനൊക്കെ എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് ഫാക്ടർ ആണല്ലോ. അപ്പോൾ പ്രൊഡക്ഷനിലെ ലിമിറ്റിംഗ് ഫാക്ടർ എന്താണോ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ കൺട്രോളിൽ എത്താത്ത ബോട്ടിലിനൊക്കെ ആ ലിമിറ്റിംഗ് ഫാക്ടറിനെയാണ് നമ്മൾ വണ്ടറിങ് ബോട്ടിലിനൊക്കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ bottleneck. This means that the identified key bottleneck is not fully utilized because of a temporary limitations elsewhere caused by poor production planning and control. അപ്പോൾ എന്താണ് തെറ്റായ പ്രൊഡക്ഷൻ പ്ലാനിങ്ങും അതുപോലെ തന്നെ കൺട്രോളും അതുപോലെ കൺട്രോളിങ്ങിന്റെ കാരണം കൊണ്ടും അതല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ബോട്ടിലിനൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ആ കീ ബോട്ടിലിനൊക്കെ പൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ടൊക്കെയാണ് എന്തുണ്ടാവുന്നത്, ഈ ഒരു വണ്ടറിങ് ബോട്ടിലിനൊക്കെ ഉണ്ടാവുന്നത്. ഒക്കെ നമുക്ക് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം നമ്മുടെ പൂർ പ്രൊഡക്ഷൻ പ്ലാനിങ്ങും അതുപോലെ തന്നെ കൺട്രോളുമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇഫ് ദർ ഈസ് എ വണ്ടറിങ് ബോട്ടിൽനെക്ക്, ദ ആക്ച്വൽ ടൈം ഓൺ ദി കീ റിസോഴ്സസ് ഇഷ്യൂഡ്, നോട്ട് ദ ആക്ച്വൽ ടൈം ഓൺ വണ്ടറിങ് ബോട്ടിൽനെക്ക്. അപ്പോൾ അവിടെ ഒരു വണ്ടറിങ് ബോട്ടിൽനെക്ക് ഉണ്ട്. വണ്ടറിങ് ബോട്ടിൽനെക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു വണ്ടറിങ് ബോട്ടിൽനെക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ എന്താണ് ഈ ആക്ച്വൽ, അതായത് യഥാർത്ഥ റിസോഴ്സസിന് വേണ്ടിയിട്ട്, കീ റിസോഴ്സിന് വേണ്ടിയിട്ട് നൽകുന്ന സമയം എല്ലാം ഇവിടെ അവർ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? അവർ ഈ വണ്ടറിങ് ബോട്ടിൽനെക്കിന്റെ ടൈമാണ് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്, നോട്ട് ദ ആക്ച്വൽ ടൈം ഓൺ വണ്ടറിങ് ബോട്ടിൽനെക്ക്. Then Throughput Accounting suggests that overhead should be attributed to product cost according to their usage of bottleneck resources. അപ്പോൾ Throughput Accounting പറയുന്നത് ഓവർഹെഡ് ആട്രിബ്യൂട്ട് ചെയ്യണം, പ്രൊഡക്റ്റ് കോസ്റ്റിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യണം. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഈ ബോട്ടിൽനെക്ക് റിസോഴ്സസിന്റെ യൂസേജിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഓവർഹെഡിനെ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് ഇതിൽ പറയുന്നത്, ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ആട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ത്രൂപുട്ട് കോസ്റ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് മിനിറ്റ് ഓഫ് ത്രൂപുട്ട് ഇൻറ്റു ബഡ്ജറ്റഡ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് പെർ മിനിറ്റ് ഓഫ് ബോട്ടിൽനെക്ക് റിസോഴ്സസ്. ഇതൊരു ഇക്വേഷൻ ആണ്. ഓക്കെ, ത്രൂപുട്ട് കോസ്റ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് മിനിറ്റ് ഓഫ് ത്രൂപുട്ട്, അതായത് യൂസേജ് ഓഫ് ബോട്ടിൽനെക്ക് റിസോഴ്സസ് ഇൻറ്റു ബഡ്ജറ്റഡ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് പെർ മിനിറ്റ് of bottleneck resources. Based on this, efficiency percentage can be calculated thus. അപ്പോൾ എഫിഷ്യൻസി ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എഫിഷ്യൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ എഫിഷ്യൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ത്രൂപുട്ട് കോസ്റ്റ് ഡിവൈഡ് ബൈ ആക്ച്വൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഇൻറ്റു 100. ഓക്കെ, ഈ എഫിഷ്യൻസി റേഷ്യോ വിൽ ഫാൾ ബിലോ 100. നമ്മുടെ എഫിഷ്യൻസി റേഷ്യോ നമ്മളിങ്ങനെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്തു, എഫിഷ്യൻസി റേഷ്യോ 100ന് താഴെയാണെന്ന് വിചാരിക്കുക. അതിനർത്ഥം എന്താണ്? ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ബഡ്ജറ്റഡ്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ബഡ്ജറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, നമ്മൾ ഉത്പാദിപ്പിക്കാൻ കരുതി വെച്ചിട്ടുള്ള ഔട്ട്പുട്ട് അതിനേക്കാളും കുറവാണെന്നാണ് ഇതിന്റെ അർത്ഥം. ഇഫ് ദർ വേർ അവെൻഡറിങ് ബോട്ടിൽനെക്ക് ഇൻ പ്രൊഡക്ഷൻ ഓർ പുവർ ക്വാളിറ്റി, അതിനർത്ഥം എന്താണ്? അവെൻഡറിങ് ബോട്ടിൽനെക്ക് എന്താണ് ഈ അലസമായ എന്നുള്ള അർത്ഥത്തിലുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത ഒരു ബോട്ടിൽനെക്ക് ഉണ്ട്. അതാണ് അതിന് എന്ത് ആക്ച്വൽ ഔട്ട്പുട്ട് ബഡ്ജറ്റഡ് ഔട്ട്പുട്ടിനേക്കാളും കുറവിലാവാനുള്ള കാരണം. ഓക്കെ, ദെൻ ആക്ച്വൽ ഫാക്ടറി കോസ്റ്റ് എക്സീഡ് ബഡ്ജറ്റ് ലേബർ എഫിഷ്യൻസി ക്യാൻ ബി മെഷർഡ് ആസ്. അപ്പോൾ ആക്ച്വൽ ഫാക്ടറി കോസ്റ്റ് എക്സീഡ് ബഡ്ജറ്റ് ലേബർ എഫിഷ്യൻസി, അപ്പോൾ നമ്മുടെ ഫാക്ടറി കോസ്റ്റ് ബഡ്ജറ്റഡ് ലേബർ എഫിഷ്യൻസിയേക്കാൾ കൂടുതലാവുകയാണെങ്കിൽ അതെങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ കേസിൽ ലേബർ എഫിഷ്യൻസി എങ്ങനെ മെഷർ ചെയ്യുക നോക്കുക. ത്രൂപുട്ട് കോസ്റ്റ് ഡിവൈഡ് ബൈ ആക്ച്വൽ ടോട്ടൽ ലേബർ കോസ്റ്റ് ഇൻറ്റു 100 ചെയ്ത് നമുക്ക് ലേബർ എഫിഷ്യൻസി എത്രയാണെന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റെപ്സ് ടു ഇംപ്രൂവ് ത്രൂപുട്ട് ഇംപ്രൂവ് ചെയ്യാൻ ഉള്ള സ്റ്റെപ്സ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ്, റിവ്യൂ യുവർ എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോ. നിലവിലുള്ള വർക്ക് ഫ്ലോ എന്ത് ചെയ്യുക? റിവ്യൂ ചെയ്യുക എന്ന് പഠിക്കുക വീണ്ടും. ഓക്കെ, ദ ഫസ്റ്റ് പ്ലേസ്
to start when trying to increase your throughput is to review your existing workflow. അപ്പോൾ ആ ഒരു നമ്മുടെ ത്രൂപുട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള വർക്ക് ഫ്ലോ എന്ന് പഠിക്കുക എന്നതാണ്. യു കനോട്ട് മേക്ക് എനി ഇംപ്രൂവ്മെന്റ് അണ്ടിൽ യു ആക്ച്വലി നോ ഹൗ യുവർ ഷോപ്പ് ഫ്ലോർ ഫങ്ഷൻസ്. നമുക്ക് നമ്മുടെ ഷോപ്പ് ഫ്ലോർ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ഇതിലൊരു ആക്ച്വലി ഒരു ഇംപ്രൂവ്മെന്റ് വരുത്താൻ നമുക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദർ ആർ 3 മെയിൻ ഏരിയാസ് ദാറ്റ് യു നീഡ് ടു ഇവാലുവേറ്റ്. നമുക്ക് നമ്മുടെ വർക്ക് ഫ്ലോ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 3 പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഒന്ന് ലേബർ ആണ്. ഡു യു ഹാവ് എനഫ് സ്കിൽഡ് ലേബർ ഇൻ ദി റൈറ്റ് പൊസിഷൻ? നമുക്ക് എന്താണ് കൃത്യമായിട്ടുള്ള ആവശ്യമായ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് കൃത്യമായ പൊസിഷനിൽ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഡസ് യുവർ സ്റ്റാഫ് ക്ലിയർലി നോ ദെയർ ഒബ്ജക്റ്റീവ് ആൻഡ് വർക്ക് പ്ലാൻ? ആ സ്റ്റാഫുകൾക്ക് അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്, അവരുടെ വർക്ക് പ്ലാൻ എന്താണ് കൃത്യമായിട്ട് അറിയുമോ എന്നുള്ളത് നോക്കണം. ഡു യു ഹാവ് എൻ എഫക്റ്റീവ് പ്രൊജക്ട് മാനേജർ ഇൻ പ്ലേസ് ദാറ്റ് ഈസ് ഏബിൾ ടു കീപ് ഓൺ ടോപ്പ് ഓഫ് തിങ്സ്? അതായത് പോലെ തന്നെ നമുക്കൊരു പ്രൊജക്ട് മാനേജർ ഉണ്ടോ, പല കാര്യങ്ങളെയും നമുക്ക് ഉന്നതിയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് മാനേജർ ഉണ്ടോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ലേബറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഇനി എക്യുപ്മെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ, ഈസ് ഓൾ യുവർ എക്യുപ്മെന്റ് ഇൻ ഗുഡ്? അപ്പോൾ എന്താണ്, നമ്മുടെ എല്ലാ എക്യുപ്മെന്റും നല്ലതുപോലെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ അവിടെ നോക്കണം. ഓക്കെ, ദെൻ അതാണ് ദെൻ എന്താണ് അടുത്ത് പറയുന്നത്, ഈസ് ദ ടെക്നോളജി ദാറ്റ് യു റിലേ ഈസ് ഓൾ യുവർ ഈസ് ദ ടെക്നോളജി ദാറ്റ് യു റിലേ ഓൺ ആക്ച്വലി സ്യൂട്ടഡ് ടു യുവർ കറണ്ട് നീഡ്സ്? അതുപോലെ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ടെക്നോളജി നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ ആവശ്യമുള്ള കാര്യം മീറ്റ് ചെയ്യുന്നുണ്ടോ, അതിന് സൂട്ടബിൾ ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ദെൻ അപ്പോൾ എക്യുപ്മെന്റിന്റെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതാണ്. ഇനി പ്രോസസ്സിന്റെ കേസിൽ ഡു യു ഹാവ് ക്ലിയർലി മാപ്ഡ് പ്രോസസ്? നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള കൃത്യമായിട്ട് നമ്മുടെ മാപ്പ് ചെയ്തിട്ടുള്ള ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പ്രോസസ്സുകളാണോ? ദെൻ വേർ ആർ യുവർ പിൻ പോയിന്റ് ആൻഡ് ബോട്ടിൽ നെക്ക്? അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പിൻ പോയിന്റ് എന്താണ്, ബോട്ടിൽ നെക്ക് എന്താണ് നമുക്ക് കൃത്യമായിട്ട് അറിയുമോ എന്നുള്ള കാര്യം. ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ പ്രോസസ്സിന്റെ കേസിൽ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ സ്റ്റെപ്സ് ടു ഇംപ്രൂവ് ത്രൂപുട്ട് എന്നുള്ളതിൽ ആദ്യത്തെ സ്റ്റെപ്പ് റിവ്യൂ യുവർ എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോ. അപ്പോൾ എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലേബർ, എക്യുപ്മെന്റ്, പ്രോസസ് ഇതിന് 3 റിവ്യൂ ചെയ്യണം. ആ 3ലും ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു, ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് റിവ്യൂ ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, then eliminate bottleneck. Now that you have reviewed your existing workflow and identified where your problem, or you can work on eliminating bottleneck. അപ്പോൾ നമ്മൾ ഈ എന്താണ് നമ്മുടെ വർക്ക് ഫ്ലോ റിവ്യൂ ചെയ്തു, അതിലൂടെ നമുക്ക് എന്താ പ്രശ്നം എന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോട്ടിൽനെക്ക് എലിമിനേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് രണ്ടാമത്തെ, എലിമിനേറ്റ് ബോട്ടിൽനെക്ക്. എന്താണോ ലിമിറ്റിംഗ് ഫാക്ടർ അതിനെ ഇല്ലാതാക്കുക. Then third, reduce equipment downtime. One of the fastest way to slow things down is by ignoring regular maintenance. അപ്പൊ എന്താണ് ഈ റെഡ്യൂസ് എക്യുപ്മെന്റ് ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ റെഗുലർ വർക്കിനിടയിൽ നമ്മുടെ മെഷീൻ പണി മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ത്രൂപുട്ട് നന്നായിട്ട് ബാധിക്കും. അപ്പോൾ അങ്ങനെ ഈ റെഗുലർ പ്രൊഡക്ഷൻ സമയത്ത് ആ തരത്തിൽ ഉണ്ടാകുന്ന എന്താണ് ബ്രേക്ക് ഡൗൺ ആവുന്ന സിറ്റുവേഷനൊക്കെ ഇല്ലാതാക്കുക. അതിനെന്താണ് റെഗുലർ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മെയിൻ്റെനൻസ് നടത്തിക്കൊണ്ടേ ഇരിക്കണം. ഓക്കെ, റെഡ്യൂസ് പാർട്സ് റിജക്ഷൻ റേറ്റ്. പാർട്സ് റിജക്ഷൻ റേറ്റ് എന്ത് ചെയ്യണം, കുറയ്ക്കുക. You may have high output but still fail to meeting throughput goals because too many parts are being rejected. നമുക്ക് നല്ല ഹൈപുട്ട് ഉണ്ടാകും, നല്ല ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും, പക്ഷെ ആ ഔട്ട്പുട്ട് ഒന്നും എന്തല്ല, ക്വാളിറ്റി ഔട്ട്പുട്ട് അല്ല, കുറെ എന്താണ് വേസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് എങ്കിൽ അതും നമ്മുടെ ത്രൂപുട്ട് എന്താണ് കുറയ്ക്കാൻ കാരണമാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ ഇംപ്രൂവ് എംപ്ലോയി ട്രെയിനിങ്. എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം. Focusing on employee training so they have the skill to make positive, well-informed changes to the production process is key to maximize throughput. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ട്രെയിനിങ് കൊടുക്കുന്നതും ഒരു അർത്ഥത്തിൽ എന്താണ്, നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യിക്കാനും, ആ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് നന്നാവാനും അതുകൂടെ മാക്സിമം ത്രൂപുട്ട് ഉണ്ടാവാനൊക്കെ അത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ എംപ്ലോയി ട്രെയിനിങ് നൽകണം. Then use factory automation. Factory automation നമ്മുടെ functions. Consider automating some of your manufacturing process. Even your most dedicated and skilled employee can get exhausted after a few hours of heavy labor.
leading to reduced work consistency and increased risk of injury. The appropriate use of factory automation can be dramatically increase manufacturing throughput. അതായത് ഫാക്ടറി ഓട്ടോമേഷൻ കൊണ്ട് അപ്പം എത്ര നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായാലും ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷീണിക്കാനും ഒക്കെ ഇടയാകും. അതുപോലെ തന്നെ അങ്ങനെ ക്ഷീണിച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇഞ്ചുറി ഉണ്ടാക്കാനും റിസ്ക് ഓഫ് ഇഞ്ചുറി ഒക്കെ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫാക്ടറി വർക്ക് ഓട്ടോമേഷൻ, അതായത് ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മെഷീൻ ബേസ്ഡ് പോകുന്ന ആ രീതിയിലേക്ക് മാറ്റണം എന്നാണ് പറയുന്നത്. കാരണം അത് അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും, ത്രൂപുട്ടിൽ ഇൻക്രീസ് ഉണ്ടാവും, ഡ്രമാറ്റിക് ഇൻക്രീസ് ത്രൂപുട്ടിൽ ഉണ്ടാവാൻ അത് സാധ്യമാകും. ഫാക്ടറി ഓട്ടോമേഷൻ നമ്മുടെ എന്താണ് ത്രൂപുട്ടിൽ ഡ്രമാറ്റിക് ഇൻക്രീസ് ഉണ്ടാക്കാൻ സഹായിക്കും. Okay, these are the steps to improve throughput. Throughput increase ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഒന്ന്, റിവ്യൂ എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോ റിവ്യൂ ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി ആ പ്രശ്നം നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, എലിമിനേറ്റ് ബോട്ടിൽനെക്ക്. മൂന്നാമത്, റെഡ്യൂസ് എക്യുപ്മെന്റ് ഡൗൺ ടൈം. തേർഡ്, റെഡ്യൂസ് പാർട്ട് റിജക്ഷൻ റേറ്റ്. ഇംപ്രൂവ് എംപ്ലോയീസ് ട്രെയിനിങ്. യൂസ് ഫാക്ടറി ഓട്ടോമേഷൻ. ഇതിലൂടെ നമുക്ക് എന്തുണ്ടാവും, വേറെ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, ഇൻക്രീസ് മാനുഫാക്ചറിങ് സേഫ്റ്റി എന്നുള്ളത്. ഓക്കെ, ഇതിലൂടെ നമുക്ക് നമ്മുടെ ത്രൂപുട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഇനി അടുത്ത ഭാഗം, എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഇൻ ത്രൂപുട്ട് അക്കൗണ്ടിങ്. ത്രൂപുട്ട് അക്കൗണ്ടിങ് പ്രോബ്ലംസ് എന്തൊക്കെയാണ്? എക്സസീവ് ബഡ്ജറ്റ് കട്ട് കൂടുതലാണ്. ലാക്ക് ഓഫ് ഫോക്കസ് ഓൺ നോൺ ബോട്ടിൽ നെക്ക്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് നോൺ ബോട്ടിൽ നെക്ക്, ലിമിറ്റിംഗ് ഫാക്ടർ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് അതിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. റെസിസ്റ്റൻസ് ഫ്രം സ്റ്റാഫിന്റെ ഇടയിൽ എന്തുണ്ടാവും, എതിർപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റിക്വയർ അണ്ടർസ്റ്റാൻഡിങ്. വലിയൊരു അളവിലുള്ള ഈ കാര്യങ്ങൾക്ക് പഠിക്കണം, ത്രൂപുട്ട് അക്കൗണ്ടിങ് പഠിക്കണം, വലിയൊരു അളവിലുള്ള കൺസെപ്റ്റ് നോളജ് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ബിഗ് ഡാറ്റ കളക്ഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. വലിയ അളവിലുള്ള ഡാറ്റ കളക്ഷനും അണ്ടർസ്റ്റാൻഡിങ്ങും നമുക്ക് ഇവിടെ ആവശ്യമാണ്. ദെൻ ഡിഫറെന്റ് ബിഹേവിയർ ഓഫ് മെട്രിക്സ്. പലതരത്തിലുള്ള മെട്രിക്സ് പ്രശ്നം ഉണ്ടാവാൻ. ഫ്രീക്വന്റ് ചേഞ്ച് ഇൻ ത്രൂപുട്ട് ഉണ്ടാവുന്ന ചേഞ്ചസ്. ഡിഫിക്കൽട്ടി ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് വാരിയബിൾ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ ഡിഫിക്കൽട്ടീസ്. ഇതൊക്കെയാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ പ്രൊഡക്റ്റ് കോസ്റ്റിംഗ് ആൻഡ് ത്രൂപുട്ട് അക്കൗണ്ടിങ്. ട്രഡീഷണൽ പ്രൊഡക്റ്റ് കോസ്റ്റിംഗും ത്രൂപുട്ട് അക്കൗണ്ടിങ് തമ്മിലുള്ള മാറ്റം പ്രധാനമായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ ആഡ്സ് ടു വാല്യൂ. സെയിൽസ് ഓഫ് പ്രൊഡക്ഷൻ ആഡ്സ് ടു വാല്യൂ. ട്രഡീഷണൽ പ്രൊഡക്റ്റ് കോസ്റ്റിംഗിൽ പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വാല്യൂ വരുന്നു എന്നുള്ളതാണ്. ഇവിടെ ത്രൂപുട്ട് അക്കൗണ്ടിങ് സെയിൽസ് നടന്നാലേ എന്തുണ്ടാവുന്നുള്ളൂ, വാല്യൂ ഉണ്ടാകുന്നുള്ളൂ. സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്, അതാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ ആൻഡ് ഫെസിലിറ്റി ഈസ് ടേക്കൺ ആസ് മെഷർ ഓഫ് എഫിഷ്യൻസി. ട്രഡീഷണൽ പ്രൊഡക്റ്റ് കോസ്റ്റിംഗിൽ ലേബറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഫെസിലിറ്റിന്റെയും അതിന്റെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ആണ് നമ്മുടെ എഫിഷ്യൻസി മെഷറായിട്ട് എടുക്കുന്നത്. എന്നാൽ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഈസ് മെഷർഡ് ബൈ ഓർഡറൻസ് ഷെഡ്യൂൾ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡെലിവറി ഡേറ്റ്. അതായത് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് എന്താണ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഡെലിവറി ഡേറ്റിൽ കൃത്യമായിട്ട് ഡെലിവറി നടത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ എഫക്റ്റീവ് ആണ് എന്ന് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫാക്ടർ. ദെൻ ലേബർ ആൻഡ് സെർട്ടൻ കോസ്റ്റ് ആർ ടേക്കൺ ആസ് വാരിയബിൾ കോസ്റ്റ്. ട്രഡീഷണൽ പ്രൊഡക്റ്റ് കോസ്റ്റിംഗിൽ ലേബറും അതുപോലെ ചില ഫാക്ടേഴ്സിനൊക്കെ നമ്മൾ വാരിയബിൾ കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ ഓൾ കോസ്റ്റ് എക്സെപ്റ്റ് മെറ്റീരിയൽ ആർ ട്രീറ്റഡ് ആസ് ഫിക്സ്ഡ് കോസ്റ്റ്. മെറ്റീരിയൽ അല്ലാത്ത ബാക്കി എല്ലാ കോസ്റ്റിനെയും നമ്മൾ പീരിയോഡിക് കോസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ പരിഗണിക്കുന്നത്. സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ സ്റ്റോക്ക് ഈസ് വാല്യൂഡ് മെറ്റീരിയൽ കോസ്റ്റ് ഓൺലി. ഇവിടെ മെറ്റീരിയൽ കോസ്റ്റിലാണ്. ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ മെറ്റീരിയൽ കോസ്റ്റിൽ മാത്രമാണ് സ്റ്റോക്ക് വാല്യൂഷൻ നടത്തുന്നത്. ഇതാണ് മെയിൻ ഡിഫറൻസ്. സ്റ്റോക്ക് വാല്യൂഷൻ പ്രോബ്ലം ചെയ്യുന്ന സമയത്തേക്ക് സ്റ്റോക്ക് വാല്യൂഷൻ ഡിഫറൻസ് ആണ് നമുക്ക് എഫക്ട് ചെയ്യുക. ഓക്കെ, അവിടെ എന്താണ് പ്രൊഡക്ഷൻ കോസ്റ്റിലാണ് വാല്യൂ ചെയ്യുന്നത്. ആ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് മെറ്റീരിയൽ വരാം, ലേബർ വരാം, ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ വരാം. എന്നാൽ ഈ മറ്റേതിന്റെ കേസിൽ എന്ത് മാത്രമേ വാല്യൂ ചെയ്യുന്നുള്ളൂ, മെറ്റീരിയൽ കോസ്റ്റ് ഓൺലി. മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ വാല്യൂ ചെയ്യുന്നുള്ളൂ. പ്രൊഡക്ഷൻ കോസ്റ്റിംഗ് ഈസ് മെയിൻലി ഡൺ ഫോർ ഷോർട്ട് ടേം ഡിസിഷൻ. പ്രൊഡക്ഷൻ കോസ്റ്റിംഗ് നമ്മൾ ഷോർട്ട് ടേം ഡിസിഷന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ത്രൂപുട്ട് അക്കൗണ്ടിങ് ഇറ്റ് ഈസ് ഫോർ പ്ലാനിങ് ആൻഡ് ഇംപ്രൂവിംഗ് പ്രോഫിറ്റ് ബൈ ഇൻക്രീസിംഗ് ഫ്ലോ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിച്ചുകൊണ്ട് പ്രോഫിറ്റ് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ത്രൂപുട്ട് അക്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫോർ പ്ലാനിങ് ആൻഡ് ഇംപ്രൂവിംഗ് പ്രോഫിറ്റ് ബൈ ഇൻക്രീസിംഗ് ഫ്ലോ പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മുടെ ഫ്ലോ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഇംപ്രൂവ് ചെയ്യിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
These are the difference between traditional product costing and throughput accounting. ഓക്കെ, ഇനി ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് പഠിക്കുക. ഈ ഫോർമാറ്റ് അപ്പോൾ നമുക്ക് നിങ്ങൾ ഫോർമാറ്റ് സെയിൽസിൽ നിന്നും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ കിട്ടും. നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന സെയിൽസ് മൈനസ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ദെൻ എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ ആണ് ജസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ ഇവിടെ പരിഗണിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ലെസ് ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, വേറൊരു ഫോർമാറ്റ് നോക്കാം. ദെൻ സെയിൽസ് മൈനസ് ഡയറക്റ്റ് മെറ്റീരിയൽ, അപ്പോൾ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ, അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ മൈനസ് ചെയ്യുക, നമുക്ക് എന്തുണ്ട്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു ഫോർമാറ്റ് രണ്ട് പഠിച്ചു വെക്കുക. ഈ ഫോർമാറ്റ് അനുസരിച്ചിട്ട് ഒരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്ക് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലെ പ്രോബ്ലംസ് ഒന്നും അത്രയധികം പ്രാധാന്യം അറിയിക്കുന്ന പ്രോബ്ലംസ് ഒന്നും അല്ല. തിയറി നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇനി TPAR ത്രൂപുട്ട് റേഷ്യോ ഉണ്ടല്ലോ, ആ റേഷ്യോ വെച്ചിട്ടുള്ള ഒരു ചെറിയ പ്രോബ്ലം ചിലപ്പോൾ ചോദിക്കാം, പാരഗ്രാഫ് സൈഡിൽ ചോദിക്കാം എന്നല്ലാതെ വലിയ വേറെ തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടതില്ല. നിങ്ങൾ ഈ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ചോദിക്കുന്ന സമയത്ത് ഇൻകം സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയാം, ഇങ്ങനെ പ്രോഫിറ്റിലേക്ക് എത്തിക്കണം. സെയിൽസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പോൾ കിട്ടുന്നതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഫോർമാറ്റ്, ബേസിക് ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് സെയിൽസ് ലെസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ, അതിനുശേഷം ബാക്കിയുള്ള എല്ലാം ചെയ്യാം. ഓക്കെ, പക്ഷേ ഈ ഒരു നമ്മൾ പണ്ട് ചെയ്ത പോലെ സെയിൽസ് ലെസ് എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, അങ്ങനെ പ്രൈമറി കോസ്റ്റിൽ വരുന്ന എലമെന്റ്സ് ഒരുമിച്ച് ലെസ് ചെയ്യുന്നതിന് പകരം ഈ രീതിയിൽ ഒരു ഡിവിഷനും കൂടി ഇതിനിടയിൽ ചേർക്കുക എന്നുള്ളതാണ് ഇതിന് നിങ്ങൾ ഒരു വേർതിരിച്ച് പഠിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്നുള്ളത് നമുക്ക് ഏകദേശം ഇത്രയേ ഉള്ളൂ. മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്നുള്ള ഏരിയ. അപ്പോൾ നന്നായിട്ട് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണിത്. എന്താണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്, എന്താണ് ത്രൂപുട്ട്, ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എന്താണെന്നുള്ള രീതിയിലൊക്കെ, അല്ലെങ്കിൽ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന രീതിയിൽ, ലിമിറ്റേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ചോദിക്കാം, കോമ്പണൻസ് ഓഫ് ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ് TPR എന്നുള്ള ചോദിക്കാം, എങ്ങനെയാണ് TPR കാൽക്കുലേറ്റ് ചെയ്യുക എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചാപ്റ്റർ തന്നെയാണിത്. എങ്ങനെയാണ് ത്രൂപുട്ട് ഇംപ്രൂവ് ചെയ്യിക്കാം, നമ്മൾ ഇന്നെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഒക്കെ ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ എന്ന രീതിയിൽ വേണം നിങ്ങൾ ഇത് പഠിക്കാൻ. ഓക്കെ, എന്തൊക്കെ ത്രൂപുട്ട് അക്കൗണ്ടിങ് പ്രോബ്ലംസ് എന്താണ്, ഇപ്പോൾ ലിമിറ്റേഷൻ ചോദിക്കുന്ന സമയത്തും അതിന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു ഡിഫറൻസിന്റെ ഒരു ഭാഗം പറഞ്ഞു, ഡിഫറൻസ് ബിറ്റ്വീൻ ത്രൂപുട്ട് അക്കൗണ്ടിങ് ആൻഡ് ട്രഡീഷണൽ അക്കൗണ്ടിങ്, അത് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ തരത്തിൽ പഠിക്കുന്ന സമയത്ത് അത്തരത്തിൽ ആൻസർ ചെയ്യാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക? തിയറി പഠിക്കുക. ഓക്കെ.